ഹായ് നമസ്കാരം. ചാറ്റ് വിത്ത് കോച്ചിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ രാകേഷ് അമ്പാട്, നിങ്ങളുടെ സ്വന്തം ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്. ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ലേഡി സംസാരിച്ച കൂട്ടത്തിൽ കൗൺസിലിൻ്റെ ഭാഗമായിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഭയങ്കര പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ, ഒരു ജോലി സംബന്ധമായിട്ടും സാമ്പത്തികപരമായിട്ട് റിലേഷൻഷിപ്പിലൊക്കെ ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെ കുറേ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോഴാണ് ചിരിച്ചത്, നന്നായിട്ട് ചിരിച്ചെപ്പോഴാന്ന് ചോദിച്ചു അവരുടെ അടുത്ത്. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ചിരിക്കുന്നില്ല, ഇന്നലെയും ചിരിച്ചു, ഇന്നലെ കുട്ടികളുടെ തമാശ പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ ചിരിച്ചായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ചിരിയല്ല, നന്നായിട്ട് ചിരിച്ചപ്പോഴാണ്, അതായത് ഉള്ളിത്തട്ടി നമ്മൾ ചിരി വരില്ലേ, ചിരിച്ച് കണ്ടീന്ന് വെള്ളം വരില്ലേ, അങ്ങനത്തെ ചിരി എപ്പോഴാണ് ചിരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ കുറേ ആലോചിച്ച് പറയാൻ ഓർമ്മയില്ല, കുറേ നാളെ ചിരിച്ചിട്ട്. കാരണം എന്ത് കാര്യം വന്നാലും അവർക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. ചിരിക്കുന്നുണ്ട്, പക്ഷേ ആ ചിരി ഉള്ളി എന്നുള്ള ആ ചിരിയല്ല, ആ ചിരിയുടെ ഫ്രീക്വൻസി വളരെ താഴെയാണ്. ഞാൻ അവരോട് പറഞ്ഞ പോയിന്റ് ഇത്രേ ഉള്ളൂ, നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ചിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഒക്കെ ഉണ്ടാവും, പ്രതിസന്ധി കാര്യമെല്ലാം ഉണ്ടാവും. കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ ഒരു പാറ്റേൺ ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച് വരുന്നതുകൊണ്ട് നമ്മുടെ ഒരു പാറ്റേൺ ആയിരിക്കുകയാണ്, നമുക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. നല്ല സന്തോഷിക്കുന്ന സാധനം വന്നാൽ പോലും നമുക്കവിടെ പൊട്ടിച്ചിരിക്കാൻ കഴിയില്ല. ആ ചിരി എപ്പോഴും അളവ് കുറവായിരിക്കും. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്കോ പ്രശ്നമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും കഴിഞ്ഞ കുറേ കാലമായിട്ട് നിങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അതൊരു ട്യൂണിങ്, ഒരു പാറ്റേൺ അങ്ങനെ ആയിട്ടുണ്ടാവും. അതായത് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഓർത്ത് വിഷമിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമുള്ള രീതിയിലാണ് പല ആളുകളും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഴയത് ആലോചിച്ച് ഇങ്ങനെ കൂട്ടി വിഷമിക്കും. ഒന്നും ആലോചിക്കാനില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം ക്രിയേറ്റ് ചെയ്യും ഭാവിയെക്കുറിച്ച്. ഇനി നാളെ അങ്ങനെ സംഭവിച്ചു പോയാലോ എന്നോട് സങ്കടപ്പെടും. അപ്പോൾ സങ്കടം എന്നുള്ള ഒരു സാധനം ഒരു പാറ്റേണായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് ഒരുപാട് സങ്കടപ്പെടാൻ സാധനം വീണ്ടും ഇവിടെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര സന്തോഷമുള്ള സാധനം കാണുന്നില്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ നാഥൻ എന്നൊക്കെ നമുക്കൊന്ന് പറയാം. അപ്പോൾ ആൾ ചിന്തിക്കില്ല, ഇത്രയും കൊടുത്തിട്ട് അദ്ദേഹം കാണുന്നില്ല, അവളത് കാണുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനു കൊടുക്കണം എന്ന് ചിന്തിക്കില്ലേ. ആ സമയം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കുന്നുണ്ട്, ചെറിയ കാര്യങ്ങൾ മതി ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. രാവിലെ എണീറ്റ് കഴിയുമ്പോൾ 2 മൈനൊക്കെ ഇടും, അടിപൊളി, എന്ത് രസം. ആ രീതിയിൽ ഭയങ്കര ചിരിയും സന്തോഷവും നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ നടക്കില്ലേ. അതായത് പ്രപഞ്ചം കാണുന്നുണ്ട്, നീ ചിരിക്കുന്നു സന്തോഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ കൂടുതൽ ചിരിക്കാനുള്ള സാധനം നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടേയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇന്ന് മുതൽ ജീവിതത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ സങ്കടങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റി ചിരിക്കാനുള്ള സാധനം കൊണ്ടുവരാം. ഇനി സങ്കടം ഉണ്ടെങ്കിൽ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യമുള്ളത്, അടുത്ത വഴി എന്താ നോക്കാം എന്ന രീതിയിൽ മാറി സന്തോഷത്തിലേക്ക് മാറുന്നുണ്ടെങ്കിൽ കൂടുതൽ സന്തോഷിക്കാനുള്ള സാധനം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ നാട്ടിൽ ഞാൻ 2 ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കാണുമ്പോൾ ഇതാകുന്ന രീതിയിൽ എപ്പോഴും മുഖത്ത് ഭയങ്കര വൈബാണ് അവരെ കാണാനായിട്ട്. അവർ കാണുമ്പോൾ സന്തോഷമായിരിക്കും, ഭയങ്കര എനർജി ആയിരിക്കും, ഇത്രയാകുന്നതിന് പുറത്തൊക്കെ തട്ടും, ഭയങ്കര ചാർജോട് കൂടിയായിരിക്കും ഒരു കൂട്ടർ. മറ്റേ കൂട്ടരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാവമാണ്, മിണ്ടാൻ ഭയങ്കര ഭാവമാണ്, എപ്പോഴും ദേഷ്യമാണ്, എപ്പോഴും നമ്മൾ കാണുമ്പോൾ ആ രീതിയിൽ ശുണ്ടിയുള്ള ആൾക്കാരാണ്. എപ്പോഴും ദേഷ്യവും ചാട ഒരു അഹംഭാവത്തോട് നടന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നാട്ടിൽ തിരിഞ്ഞ് നാട്ടിൽ പോകുമ്പോൾ അന്നാ ചിരിച്ച എനർജിയോട് കൂടി നടന്ന ആളുകളെല്ലാം നല്ല നിലയിൽ അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിച്ച് പോകുമ്പോൾ മറ്റേ രണ്ടാമത്തെ തരത്തിൽ ഞാൻ പറഞ്ഞ ആൾക്കാർ ആ ചാട കാണിച്ച് നിൽക്കുക അല്ലെങ്കിൽ ആ മുഖഭാവത്തോട് നടന്ന ആൾക്കാരെല്ലാവരും ഇന്നിപ്പോൾ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനർജിയോട് കൂടി ചിരിച്ച് സന്തോഷത്തോടു കൂടി എല്ലാത്തിനും ഒത്തൊരുമയോട് കൂടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ജീവിതം വേറെ ലെവൽ. ശരിയല്ലേ? വീണ്ടും കാണാം. ബൈ.